ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ്. ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്നുള്ളത്. സ്ട്രെങ്ത്, സൺ, King of Swords, Ace of Pentacles, Two of Cups, Eight of Pentacles. അപ്പോൾ നമുക്കിതാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജിയായിട്ട് സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും ക്ഷമിക്കുവാൻ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മുൻപ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എടുത്തു ചാടുന്ന അതല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അടുത്ത സമയത്തായിട്ട് എങ്ങനെ ക്ഷമിക്കണം, അതല്ലെങ്കിൽ ദേഷ്യം വന്നാലും അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു നല്ലൊരു റിസൾട്ട് കൊണ്ടുവരുമെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു വെളിച്ചം വരുവാൻ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതിന് കാരണം നിങ്ങളുടെ ഈ ഒരു ക്ഷമ തന്നെയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിയന്ത്രിക്കാൻ കഴിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ വളരെയധികം ഒരു ദേഷ്യം അതല്ലെങ്കിൽ മറ്റുള്ളവരോട് വളരെയധികം കോപത്തോടു കൂടി പെരുമാറിയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തോ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതായത് എന്തോ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ഒന്നെങ്കിൽ ഒരു സാഹചര്യത്തെ കുറിച്ചായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ കുറിച്ചായിരിക്കാം ഒരു ഡൗട്ട് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു സണ്ണാണ് കിട്ടിയേക്കുന്നത്, ഒരു ഉത്തരം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ കിങ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. പല വ്യക്തികളുമായിട്ട് നിങ്ങൾ ആരെയൊക്കെ ജീവിതത്തിലോട്ട് ചേർത്ത് നിർത്തണം, ആരെയൊക്കെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വ്യക്തത ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല വ്യക്തികളുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ശക്തമായ ബൗണ്ടറി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലാണോ പോകുന്നത് ആ ഒരു രീതി തന്നെ പിന്തുടർന്ന് പൊയ്ക്കൊള്ളുക. അത് തന്നെയാണ് നിങ്ങൾക്ക് വളരെയധികം ഇവിടെ ഉചിതമായിട്ട് കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് അമിത തർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക. ഈ ഒരു രീതിയിൽ ഇപ്പോൾ ക്ഷമയിലൂടെയാണ് നിങ്ങൾ പോകുന്നതായിട്ട് കാണിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ഈ ഒരു സമയത്ത് ആ ഒരു ക്ഷമ അല്ലെങ്കിൽ ആ ഒരു ക്ഷമിക്കുവാനുള്ള കഴിവാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ ചില വ്യക്തികളുമായിട്ടും നിങ്ങൾ ബൗണ്ടറി വെച്ചിരിക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൊണ്ടുവന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത ഈ ഒരു ഡിസിഷൻ വളരെ നല്ലൊരു ഡിസിഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ ഇവിടെ അടുത്ത സമയത്തായിട്ട് തന്നെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അവസരം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൊണ്ടുവരുന്നു. അപ്പോൾ വരുന്ന അവസരങ്ങൾ, അത് എല്ലാ അവസരങ്ങളും അത് ഇഗ്നോർ ചെയ്യാതെ കിട്ടുന്ന അവസരങ്ങളെ സ്വീകരിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടുതൽ പേരും ഈ ഒരു സമയത്തൊരു ഒരു ജോബൊക്കെ അന്വേഷിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു എയ്റ്റ് ഓഫ് പെന്റക്കിൾസും ടു ഓഫ് കപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത, എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ഥിരത നിങ്ങൾ വെച്ച് പുലർത്താനായിട്ട് പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു മടി, അതല്ലെങ്കിൽ ഇത് വിട്ടുകളയാം, മറ്റെന്തെങ്കിലും നോക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ട. നിങ്ങൾ എന്താണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പേഷ്യൻസ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺസിസ്റ്റൻസി വേണമെന്ന് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മടി കൂടാതെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ടു ഓഫ് കപ്സ് കൂടി കിട്ടുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നല്ല ചില വ്യക്തികളെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില എനർജികളെ വിടുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ കണ്ടുമുട്ടുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത്
നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പേഷ്യൻസ് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അനാവശ്യമായിട്ട് മറ്റുള്ള വ്യക്തികളുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കേണ്ട. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ പല വ്യക്തികളെയും കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.